നിലമ്പൂരിലെ ഫലം UDF-ന് അനുകൂലമാണെന്ന് കേരളം മുഴുവൻ കരുതുന്നു. UDF-ല് കോൺഗ്രസിനകത്ത് ഉറച്ച വിശ്വാസവുമാണ്. അതിന്റെ ദോഷം അവർക്കുണ്ടാകാനും തുടങ്ങുന്നത്. വിജയമുണ്ടാകും, പക്ഷെ കോൺഗ്രസിനകത്ത് വെടിപൊട്ടി തുടങ്ങിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല VD സതീശനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായിസം എന്ന് പറയുന്നത് പോലെ സതീശനിസം എന്നൊന്നും ഇല്ല. അതെ, ഇതെന്തിന്റെ പേരിലാണ് പ്രശാന്ത് കോൺഗ്രസ്സുകാർക്ക്? സാർ, കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. ജനങ്ങൾക്കത് അറിയാം. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും വോട്ടർമാർ നൽകില്ല. കോൺഗ്രസ്സിൽ ഈ തമ്മിലടി എപ്പോഴും ഉള്ളത് തന്നെയാണ്. പണ്ടത് കെ കരുണാകരൻ, AK ആൻ്റണി, അന്ന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഇന്ന് ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ ജനറേഷൻ മാറുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സതീശനിസം എന്നൊന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ നമ്മൾ സാധാരണ പറയുമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം, അതുപോലെ പിണറായിസം എന്നൊരു പുതിയ തരം കമ്മ്യൂണിസമാണ് ഇപ്പോൾ CPM-ലുള്ളത്. കാരണം നേതാക്കളെല്ലാവരും പിണറായി പറയുന്നത് അനുസരിച്ച് പിണറായിയെ പോലെ, പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാരൊക്കെ ശരിക്കും ഡിറ്റോ പിണറായിയെ അനുകരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷംസീർ, അതുപോലെ സ്വരാജ് ഒക്കെ ഈ പിണറായിസത്തിൻ്റെ ഒരു വാഹകരാണ്. അതേ ചേഷ്ട, അതേ സംസാര ശൈലി, മാധ്യമങ്ങളോട് രോക്ഷാകുലരായി സംസാരിക്കുന്നു. അതെ അതെ അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ ഈ കോൺഗ്രസ്സിൽ ഒരു സതീശനിസം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അത് പൂരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയം അങ്ങനെ ഒരാളിൻ്റെ മാത്രമല്ല, കൂട്ടായ വിജയമാണ്, എല്ലാവരും കൂടെ പ്രവർത്തകരുടെ വിജയമാണ്. ശരിക്കും അത് സത്യമാണ്. എന്നാൽ നിലമ്പൂരിൽ ആ വിജയം അവകാശപ്പെടേണ്ടത്, വാസ്തവത്തിൽ അവർ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ്. കാരണം ഇത്ര ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചതിൽ പിണറായി വിജയന് അവാർഡ് കൊടുക്കണം. ആ പിണറായി നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ടെങ്കിൽ, UDF ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റാരുമല്ല, സാക്ഷാൽ സഖാവ് പിണറായി വിജയനാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയ അതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അപ്പോൾ ഇത് നിലമ്പൂർ അവർക്ക് UDF വിജയം ഉണ്ടാകും, ഒരു 15,000-20,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ 2026 ഇവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറുമെന്നും കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കലഹം തുടങ്ങി. സാർ, അതുകൊണ്ടാണ് പറഞ്ഞത് സതീശനിസം എന്നൊന്നില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കുപ്പായം തച്ച് ഇരിക്കണ്ട, അതത്ര എളുപ്പത്തിലൊന്നും ഞാൻ വിട്ടുതരില്ല എന്ന് ചെന്നിത്തല പറയാതെ പറയുകയാണ്. ഞാനതൊക്കെ പറഞ്ഞാലും ചെന്നിത്തല നേരോടൊപ്പം ചെന്നിത്തലയ്ക്ക് പ്രായം ഇത്രയായിരുന്നു. അല്ല, അദ്ദേഹം ഒരുപാട് നാളായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഏതാണ്ട് എന്താ പറയണ്ടേ, ഐ ഗ്രൂപ്പിൻ്റെ ലീഡറുടെ ഏറ്റവും അടുത്ത അനുയായി, നെടുന്തൂൺ. പിന്നെ അവർ തമ്മിലൊന്ന് അകന്നു പോയത് ഈ പറഞ്ഞതുപോലെ K മുരളീധരൻ മകനെ ലീഡർ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ ചെന്നിത്തല, ഷാനവാസ്, G കാർത്തികേയൻ ഇവരൊക്കെ ലീഡറുമായിട്ട് അകന്നു തുടങ്ങിയത്. അന്ന് ലീഡറുടെ വത്സല ശിഷ്യന്മാരാണ്, മക്കളാണെന്ന് തന്നെ പറയാം ഇവരെല്ലാം. അല്ല, ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് സ്കോർ ചെയ്തു. അദ്ദേഹം വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അത് നിരവധി അഴിമതി കേസുകൾ വെളിച്ചത്ത് കൊണ്ടുവരികയും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും അതെല്ലാം സർക്കാരിന് പിൻവലിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആഴക്കടൽ മത്സ്യബന്ധനം, അതെവിടെ പോയി? അത് വലിയ അഴിമതിക്കുള്ള കളമൊരുക്കം അതിനകത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആ പദ്ധതി തന്നെ നിന്നുപോയി. അതുപോലെ ഈ സ്പ്രിംഗ്ലർ, ഡാറ്റ വിറ്റു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡാറ്റ കൈമാറി എന്ന് പറയുന്ന സംഭവം, അത് വലിയ ചർച്ചയായി, കോടതിയിലെത്തി, പിണറായി സർക്കാർ വലിയ സമ്മർദ്ദത്തിലായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ സഭയ്ക്കകത്തും പുറത്തും, നിയമസഭയിലും പുറത്തും ഒരുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇദ്ദേഹത്തെ, പിണറായി വിജയനെയും CPM-നെയും സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മൻചാണ്ടിയെ പോലൊരു തന്ത്രശാലിയാണോ രമേശ് ചെന്നിത്തല? ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് വെട്ടേണ്ടപ്പോൾ വെട്ടാനും നിലനിർത്തേണ്ടതിനെ നിലനിർത്താനും ഒക്കെ പ്രത്യേക കഴിവാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ലീഡർ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസ്സിൽ ആ കോൺഗ്രസ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ച ഒരാൾ ഉമ്മൻചാണ്ടിയാണ്.
അത്രയും ആ സംഘടനാ സംവിധാനത്തിൽ ഒരു പിഴവില്ലാത്ത ഒരു സംഘടനാ സംവിധാനം രമേശ് ചെന്നിത്തലയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളൊക്കെ കടകം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന് ഈ പറഞ്ഞതുപോലെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് വിട്ടുപോയി, അങ്ങനെയൊക്കെ മാണി കോൺഗ്രസ് വിട്ടുപോയി, ഇങ്ങനെയൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അത് ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ 2026 UDF അധികാരത്തിൽ വരുമ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ ആരാകും? വി.ഡി. സതീശനായി കഴിഞ്ഞാൽ സതീശന്റെ കീഴിലോ പിന്നെ രമേശ് ചെന്നിത്തല വരേണ്ടത്? അല്ല, അതിനകത്ത് ശരിയായ രീതിയിലല്ലോ. ഇല്ല സാർ, അതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുപ്പായം തച്ചു വെച്ച് ഭൈമി കാമുകന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ശശി തരൂരുണ്ട്, യോഗ്യനാണ്, അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയിലാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ വി.ഡി. സതീശനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇത്രയും വർഷമായിട്ട് നല്ല നേതാവാണ്. ഇനി സാർ, ലീഗ് വെറുതെ ഇരിക്കുമോ? ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവരത് നേരിട്ട് വന്ന് അങ്ങനെ, കാരണം അത് ആളായിരിക്കും മുഖ്യമന്ത്രി. പക്ഷെ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ട്. മാത്രമല്ല ലീഗിന് ഉപമുഖ്യമന്ത്രി ഉണ്ടാകും, അത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും സാർ. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഗ് താല്പര്യമെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് അൻവർ ഇപ്പോൾ. പക്ഷെ ആ അൻവറിനെ വെട്ടി ഒതുക്കുന്നതിൽ സതീശൻ വിജയിച്ചു. അൻവറിനെ മുന്നണിക്കുള്ളിൽ ഇടം കൊടുക്കാതെ അകറ്റി നിർത്തിയത് ലീഗിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ലീഗ് ഇതിനകത്ത് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും, സതീശനെ വെട്ടിനിരത്തും അല്ലേ? അല്ല, സതീശൻ ലീഗിനെ വെച്ച് ലീഗ് നോക്കുമ്പോൾ വളരെ ജൂനിയറായ ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് PK കുഞ്ഞാലിക്കുട്ടി എന്തായാലും മത്സരിക്കുമെന്ന് തീർച്ചയാണ്. അദ്ദേഹം ഒരു തവണ കൂടെ മന്ത്രിയാകാൻ ശ്രമിക്കും. അപ്പോൾ മന്ത്രിയായിട്ട് അദ്ദേഹം വരുമ്പോൾ ഈ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ ഒരാളാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അതേസമയം ചെന്നിത്തല അദ്ദേഹത്തെക്കാളും ജൂനിയർ ആണെങ്കിലും അദ്ദേഹത്തിന് ചെന്നിത്തലയോട് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. കാരണം നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ അവർ ഒരുമിച്ച് പ്രവർത്തനങ്ങളായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ തമ്മിൽ വലിയ അടുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഗ് രമേശ് ചെന്നിത്തലയോടായിരിക്കും കൂടുതൽ അടുപ്പം കാണിക്കുക. ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണിയെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര 5 വർഷവും ഉറപ്പിച്ചു നിർത്താൻ അതിലൂടെ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഈ ലീഗിന് ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ നോക്കണം, ഇനി കേന്ദ്രത്തിൽ നിന്ന് ഹൈക്കമാൻഡ് മറ്റേ KC ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ. അല്ല സാർ, KC വന്നാൽ തന്നെയും KCയും രമേശ് ചെന്നിത്തലയെക്കാളും മുരളീധരനേക്കാളും ഒക്കെ ജൂനിയറാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മുരളീധരന് വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുക്കേണ്ടി വരും. അദ്ദേഹം മത്സരിച്ച് ജയിച്ചാൽ UDFന് ഭരണം കിട്ടിയാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടി വരും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. ഒഴിവാക്കി നിർത്തിയാൽ അദ്ദേഹം വെടി പൊട്ടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വസ്ഥമായിട്ട് 5 വർഷം ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സതീശന് സ്വസ്ഥമായിട്ട് 5 വർഷം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജോസ് കെ മാണിയെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം 2 നല്ല മന്ത്രിമാരെ, വകുപ്പുകൾ, പ്രധാന വകുപ്പ് ചോദിക്കും. അതെ, ആ എഗ്രിമെന്റിലെ റവന്യൂ ഒക്കെ എന്തായാലും ചോദിക്കും. അങ്ങനെ വരുന്ന ഒരവസരത്തിൽ പറയുന്നത് പോലെ KC വേണുഗോപാൽ ഈ ഒരു എന്താ പറയുക, ഊരാക്കുടുക്കിൻ്റെ ഇടയിൽ കൊണ്ട് തലവയ്ക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയാൻ വന്നതെന്നറിയാമോ, ചെന്നിത്തലയ്ക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വേറെ വലിയ തിക്താനുഭവം ഉണ്ടാകും. പിന്നെ ചെന്നിത്തല എത്ര വരെ കാത്തിരിക്കണം? അപ്പോഴത്തേക്ക് ചെന്നിത്തലയ്ക്ക് വയസ്സ് അപ്പോഴത്തേക്കും കേരളത്തിലെ രാഷ്ട്രീയം മാറും. BJP ഇടം പിടിക്കുകയാണ്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം, മുരളീധരനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാന ചാൻസ് ആണ്. PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഒരു വലിയ ജനറേഷൻ മാറ്റം, ഒരു തലമുറ മാറ്റം വരുന്ന 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. അത് ഈ പറഞ്ഞതുപോലെ ചെന്നിത്തലയും മുരളീധരനും ജോസ് കെ മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു മന്ത്രിസഭയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പതുക്കെയുള്ളൊരു തലമുറ മാറ്റത്തിലേക്ക് പോകും. ഭാവിയിൽ സതീശനൊക്കെ ഇനി ഒരുപാട് വർഷങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം കുറെ കൂടെ ഇപ്പോൾ വരാൻ പോകുന്ന 5 കൊല്ലം ഭരണത്തിലില്ലെങ്കിൽ LDFന് എന്ത് സംഭവിക്കും, CPMന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആ ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നു.
എന്തായാലും നമുക്ക് ഒരു കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഒരു സതീശനിസം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വൈകാതെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.